ഒന്നാം ദിവസം, രണ്ടാം ദിവസം, മൂന്നാം ദിവസം, ഇങ്ങനെ 3 ദിവസത്തെ ഗുരുവായൂർ സന്ദർശനം ഞാനും ബിന്ദുവും നമ്മുടെ നന്ദൂസും കൂടെ. അപ്പോൾ സ്കൂൾ അടച്ചിരിക്കുന്ന സമയമല്ലേ അവന്. അപ്പോൾ ഇപ്പോഴാകുമ്പോൾ ഞങ്ങൾക്ക് പോയാൽ അവിടെ സമാധാനത്തോടെ 2-3 ദിവസം നിന്ന് തൊഴാം. കണ്ടോ, അങ്ങനെ ഞങ്ങൾ വിഷുവിൻ്റെ അന്ന് വൈകുന്നേരം, അപ്പോൾ വിഷുവൊക്കെ കഴിയുമ്പം തിരക്കൊക്കെ കുറച്ചെങ്കിലും കുറയുമല്ലോ എന്ന് വിചാരിച്ച ഞങ്ങൾ വിഷുവിൻ്റെ അന്ന് വൈകുന്നേരം പോയതാണ്ട്. മുണ്ടൊക്കെ എടുത്ത് നല്ല അടിപൊളി കുട്ടപ്പനായിട്ട് ഞങ്ങൾ നന്ദൂസിനെയും കൊണ്ട് അകത്തോട്ട് കയറിയത്. കാര്യം ബർമൂഡ നിക്കറൊന്നും അവിടെ അകത്ത് കയറ്റത്തില്ല, പക്ഷേ സാധാ നിക്കറൊക്കെ അകത്ത് കയറ്റും. എങ്കിലും മുണ്ടൊക്കെ എടുത്ത് കാണാനുള്ള ഒരാഗ്രഹം കൊണ്ട് ഞങ്ങളിതാ നല്ല അടിപൊളി കുട്ടപ്പനാക്കി ഗുരുവായൂരമ്പലത്തിൻ്റെ അടുത്ത് നിർത്തി കുറേ ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ഫോണകത്ത് കയറ്റത്തില്ലല്ലോ, അപ്പം ഞാൻ എന്തോ ചെയ്ത് ആദ്യം ഫോണും കൊണ്ടുവന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് എനിക്ക് ആവശ്യമുള്ള വീഡിയോയും എല്ലാം എടുത്ത് വെച്ച് ക്ലോക്ക് റൂമിൽ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ ക്യൂവിനകത്ത് കയറി. അപ്പോൾ വിഷുവിൻ്റെ അന്ന് വൈകുന്നേരമാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. നമ്മുടെ ഹരിക്കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ ആലുവയിൽ നിന്ന്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അവനെ കൊണ്ടും വിടണമായിരുന്നു. അങ്ങനെ അവനെ കൊണ്ടുവിട്ടിട്ട് ഞങ്ങൾ നേരെ ഗുരുവായൂർക്ക് പോയി. അപ്പം ഞങ്ങൾ 2-3 ദിവസം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കായിരുന്നു. അങ്ങനെ പോയിട്ട് അവിടെ ചെന്ന് റൂമൊക്കെ എടുത്തു. ചെന്ന പാടെ നേരെ അങ്ങ് അമ്പലത്തിൽ പോയി. അപ്പം നമ്മുടെ ഓരോ സമയം എന്ന് പറയുന്ന ഇതാണ്. ഞങ്ങൾ നോക്കിയപ്പോൾ ക്യൂ ക്ലോസ് ചെയ്തു. വൈകിട്ട് ഒരു 7:30 ആകുമ്പോഴത്തേക്ക്, തിരക്കനുസരിച്ച് 7:30 ആകുമ്പോഴത്തേക്ക് ക്യൂ ക്ലോസ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അപ്പുറത്തെ സൈഡിൽ കൂടെ അകത്ത് കയറിയെങ്കിലും തൊഴാമല്ലോ, എന്തായാലും അകത്തെങ്കിലും കയറാമല്ലോ എന്നും പറഞ്ഞ് ഞങ്ങൾ അകത്ത് കയറിയപ്പോഴത്തേക്ക് ശിവേലിക്ക് ഇറങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ ശിവേലിക്ക് ഇറങ്ങുന്ന സമയമാകുമ്പം ക്യൂ കുറച്ച് നേരം ബ്ലോക്ക് ചെയ്യും. ആ സമയത്ത് നമുക്ക് ഏറ്റവും ഫ്രണ്ടിലുള്ള അവിടെ നിന്ന് കഴിഞ്ഞാൽ, കാണിക്കവഞ്ചിയുടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് തൊഴാം. അപ്പം എങ്ങാനും തൊഴാൻ പറ്റിയാലോ എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ അകത്ത് കയറിയതാണ്. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ കറക്റ്റ് സമയമായിരുന്നു. ഞങ്ങൾക്ക് കാണിക്കവഞ്ചിയുടെ അവിടെ നിന്ന് നല്ല വൃത്തിയായിട്ട് തൊഴാൻ പറ്റി. ഫ്രണ്ടിൽ ആരും ഇല്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് പോയിട്ടുള്ളവർക്കറിയാം, അവിടെ നിന്ന് നല്ല ഭംഗിയായിട്ട് തൊഴാൻ പറ്റും. അങ്ങനെ നന്ദൂസും ഞാനും ബിന്ദുവൊക്കെ അവിടെ നിന്ന് ഭംഗിയായിട്ട് തൊഴുതു. എന്നിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അതൊരു ഭയങ്കര ഒരു അതിശയം തന്നെ കേട്ടോ. തൊഴാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ഞങ്ങൾക്ക് അന്ന് തൊട്ട് ഞങ്ങൾ പിറ്റേ ദിവസം വെളുപ്പിനെ തൊട്ട് തൊഴുതു തുടങ്ങാം എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ അന്ന് തൊട്ട് ഞങ്ങൾക്ക് തൊഴാൻ പറ്റി നല്ല ഭംഗിയായിട്ട്. അങ്ങനെ ഞങ്ങൾ തൊഴുത് തിരിച്ചു വന്ന് റൂമൊക്കെ എടുത്ത് അന്നവിടെ നിന്നു. അപ്പോൾ പിറ്റേ ദിവസം വെളുപ്പിനെയാണ് ഞങ്ങൾ പോയി ഫോണും ഒക്കെ കൊണ്ടുപോയി ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് എന്നിട്ട് ക്ലോക്ക് റൂമിൽ കൊണ്ടുവച്ചിട്ട് കയറി. അപ്പോൾ രാവിലെ ഞങ്ങൾ വെളുപ്പിനെ ഒരു 3 മണിയായ പിന്നെ ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കവിടെ ചെന്നാൽ പിന്നെ ഒരു വെപ്രാളമാണ്. ഓടി നടക്കകത്ത് പോയി ഭഗവാനെ തൊഴാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആവേശമാണ്. അപ്പോൾ അതുപോലെ തന്നെ ആയിരുന്നു ബിന്ദുവിനും നന്ദൂസിനും അതെ. ഞങ്ങൾ വിചാരിച്ചിനി വെളുപ്പിനെ ആയതുകൊണ്ട് ഇവൻ എണീക്കത്തില്ല എന്നൊക്കെ. പക്ഷേ അവൻ ഞങ്ങളെക്കാട്ടി മുന്നേ എണീറ്റ് കുളിച്ച് നല്ല മിടുക്കനായിട്ട് ഞങ്ങളുടെ കൂടെ വന്നു. പക്ഷേ വെളുപ്പിനെ ഒത്തിരി സമയമൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ക്യൂ നിൽക്കേണ്ടി വന്നില്ല. ഞങ്ങൾ 3 മണിക്ക് വന്ന് നിന്ന് 4:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തൊഴുതിട്ട് ഇറങ്ങി. പിന്നെ ഞങ്ങൾ രണ്ടാമത് വീണ്ടും കയറി. അങ്ങനെ പിന്നെ വൈകുന്നേരം കയറി. അങ്ങനെ 3 നേരം ഞങ്ങളവിടെ തൊഴുതു. അത് കഴിഞ്ഞ് അവിടെ ഡാൻസ്, ഇത് കണ്ടോ, അവിടെ ഡാൻസിന് വന്ന കുട്ടികൾ ഡാൻസ് കഴിഞ്ഞ് അവരുടെ പിന്നെ വീഡിയോയൊക്കെ എടുക്കുമായിരുന്നേ. അപ്പം ഞാനും നന്ദൂസും കൂടെ അവിടെ നിന്ന് അവരുടെ കുറേ വീഡിയോ ഒക്കെ എടുത്തു. അവനെല്ലാം ഭയങ്കര പുതുമയുള്ള കാഴ്ചയായിരുന്നു. കാരണം സാധാരണ ഞങ്ങൾ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ, ഞങ്ങളല്ല അവരെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് തിരിച്ചു പോകാറാണ് പതിവ്. കാര്യം അങ്ങനെ ആണുങ്ങൾക്കൊന്നും കൂടെ വന്ന് ഇത്രയും ദിവസമൊന്നും അവിടെ നിൽക്കാനുള്ള സമയമൊന്നുമില്ല. പിന്നെ അവനാണെങ്കിലും ക്ലാസ്സൊക്കെ കാണും. അപ്പോൾ ഇടയ്ക്കുള്ള അവധി ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് വന്നിട്ട് പോകാൻ വേണ്ടി വരുന്നതായിരിക്കും. അതുകൊണ്ട് നന്ദൂസൊന്നും ഗുരുവായൂർ ഇതുവരെ ഫുള്ള് കണ്ടിട്ടേ ഇല്ലെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2-3 പ്രാവശ്യം അവിടെ ഫുള്ളും വട്ടത്തിൽ നടന്ന് കാണുകയൊക്കെ ചെയ്തു. പിന്നെ ഡാൻസുകാരവിടെ നിന്ന് പല പോസിലൊക്കെ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നന്ദൂസിനെ കാണിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ നടന്നപ്പോൾ കിട്ടിയ വീഡിയോകളാണ് കേട്ടോ. അവനെല്ലാം ഭയങ്കര അതിശയമായിരുന്നു ഇങ്ങനെയൊക്കെ. പിന്നെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെയൊക്കെ വന്ന് അവിടുത്തെ തിരക്കൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവന് ഭയങ്കര അയ്യോ ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടോ പെരമേ. ഞാൻ പറഞ്ഞു, നീ എൻ്റെ നേരത്തെ വീഡിയോ ഒക്കെ കണ്ടില്ലേ, കണ്ടോ അവിടെ കയറി ഇരുന്ന് അവനങ്ങ് കാണുക, അവിടുത്തെ തിരക്ക് കാണുക ഗുരുവായൂർ. ഇതിപ്പം ഞങ്ങൾ തൊഴുതിട്ട് ഇറങ്ങിയിട്ട് ഉള്ള വീഡിയോ എടുപ്പൊക്കെ ആയിരുന്നു. ഞാൻ ക്ലോക്ക് റൂമിൽ പോയി രണ്ടാമത് പോയി ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള കുറേ വീഡിയോകളൊക്കെ എടുത്തത്. കണ്ടോ, ഇത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം. അവിടെ അവധി ആയതുകൊണ്ട് എപ്പോഴും കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഗ്രൂപ്പ് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് അടുത്ത ഗ്രൂപ്പ് കയറും. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു കുഞ്ഞ് കൃഷ്ണനെയും രാധയും അവരുടെ തുളസിക്കതിർ നുള്ളിയെടുത്തെന്നുള്ള ഡാൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ക്യൂവിനകത്തായതുകൊണ്ട് എനിക്ക് അവരുടെ ഡാൻസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലേ. അങ്ങനെ ഞാൻ വിചാരിച്ചു, നല്ല കുഞ്ഞുങ്ങളായിരുന്നു
ഉണ്ടായിരുന്നല്ലോ, അവരെ കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോൾ അവർ വെളിയിലേക്ക് ഇറങ്ങി വരും. ആ കൃഷ്ണൻ കണ്ടോ, ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് അവൻ പോസ് ചെയ്ത് തന്നാണ് ആ കുഞ്ഞ്, കണ്ടോ. അങ്ങനെ ഞാൻ അവളുടെ ഫോട്ടോയൊക്കെ എടുത്തു. നല്ല ഡാൻസായിരുന്നു. ഞങ്ങൾ ആ ക്യൂവിൽ നിന്ന് ദൂരെ നിന്ന് കുറച്ച് കണ്ടതേ ഉള്ളതേ. രാധക്കുട്ടി വന്ന് അവളുടെ ഡാൻസിൻ്റെ വീഡിയോ കാണാൻ വേണ്ടി അവരുടെ ഫോട്ടോഗ്രാഫറോട് പറയുന്നുണ്ടായിരുന്നു, മാമ എനിക്ക് കാണുന്ന എൻ്റെ ഡാൻസ് എന്നെ കാണിച്ചതാണെന്നും പറഞ്ഞ് അവളവിടെ നിന്ന് കൊഞ്ചുന്നുണ്ടായിരുന്നു. അങ്ങനെ അതേ അവളുടെ ഡാൻസ് കാണിച്ചു കൊടുക്കുകയാണ്. നല്ല ഡാൻസായിരുന്നു. അങ്ങനെ ഞാനും അപ്പോൾ എനിക്കിതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര അതിശയം തോന്നി. നന്ദൂസും ഇങ്ങനെ നിൽക്കുക, നന്ദൂസ് വരമേ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ എന്ന് വേണ്ട കണ്ട. ഞാൻ പറഞ്ഞു വാടാ നിനക്ക് കൃഷ്ണൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാം. അവന് അതിലൊന്നും താല്പര്യമില്ല. പിന്നെ ഞങ്ങൾ കുറേ വീഡിയോ ഒക്കെ എടുത്തു, കണ്ടോ. ഡാൻസ് കഴിഞ്ഞ് കുഞ്ഞുങ്ങളിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ അവിടെയൊക്കെ ഓടി നടക്കും. എവിടെ നോക്കിയാലും ഡാൻസിനുള്ള വേഷമിട്ട കുഞ്ഞുങ്ങളാണ് കാണാനുള്ളത്. അവധിയല്ലേ, അപ്പോൾ എപ്പോഴും അവിടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നിർത്താതെ ഉള്ള ഡാൻസ് പോലായിരുന്നു. അങ്ങനെ നല്ല രസമുള്ള ഒരു കാഴ്ചയില്ലേ ഇത്. ഇങ്ങനെ ഡാൻസുകാർ കുഞ്ഞുങ്ങളൊക്കെ ഒരുങ്ങി അവിടെ ഇവിടെ. ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ ഡാൻസിനൊരു പ്രത്യേക രസം തന്നെയാണ് അല്ലേ. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് അവരുടെ ഡാൻസൊക്കെ കണ്ടു. നല്ല തിരക്കായിരുന്നു. പിന്നെ ഇത് കണ്ടോ, പൂക്കളും മാലകളൊക്കെ ഇങ്ങനെ അവിടെ അടുക്കി വെച്ചിരിക്കുന്ന കാണാനൊരു പ്രത്യേക രസമാണ്. ഇതൊക്കെ ഞാൻ അവനിങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുത്ത് ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു വരുമ്പോൾ ഇത് വിഷു ആയതുകൊണ്ടുള്ള തിരക്കല്ലേ. ഞാൻ പറഞ്ഞു അല്ലടാ, ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, നല്ല ഭംഗിയായിട്ട് അവരിങ്ങനെ പൂവൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന കണ്ടോ എന്നൊക്കെ ചോദിച്ച് അവനിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കറങ്ങി ഇപ്പുറത്തെ സൈഡിൽ വന്നു. അങ്ങനെ പിന്നെ ദാക്ഷിണനാട്ടത്തിൻ്റെ ഓരോരോ കഥകളും അതെന്തിനാണെന്നുള്ള ഫലശ്രുതിയും അതിനോരോന്നിനുള്ള റേറ്റും ഒക്കെ. അപ്പോൾ അവനും ഇതെല്ലാം അറിയണം കേട്ടോ. അങ്ങനെ ഞാൻ അവനതെല്ലാം പറഞ്ഞു കൊടുത്ത്, ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, ഞങ്ങൾക്ക് ഒരു തിരക്കും ഇല്ലല്ലോ ഇനി പോരാനായിട്ട്. അങ്ങനെ ഞാൻ അവനതെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുത്താണ്. അതുപോലെ അവിടെ ചുവർ ചിത്രങ്ങളുണ്ട്, ഓരോ ചുവർ ചിത്രത്തിലും പേരെഴുതിയിട്ടുണ്ട്. തിരക്ക് കണ്ടോ. വിഷു കഴിഞ്ഞു എന്നാലും അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം. അങ്ങനെ ചുവർ ചിത്രത്തിലെ പേരുകൾ ഓരോന്നും എന്താണെന്നും അതെല്ലാം അവന് വായിച്ചു കൊടുത്ത് അതിൻ്റെയൊക്കെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അങ്ങനെ ഞാനവനെ അവിടെ ചുറ്റിനും കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് അവിടുന്ന് ആഹാരം എല്ലാം കഴിപ്പിച്ചിട്ട് ആണ് അവനെ കൊണ്ടുവന്നത്. അപ്പോൾ വെളുപ്പിനെ 3 മണിക്ക് എണീറ്റതാണെങ്കിലും അവന് അങ്ങനെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കൊടും ചൂടും, എന്നാലും അവനങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ ഞങ്ങൾ വിചാരിച്ചു ഇനി പോകാം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു. അങ്ങനെ അവൻ ബോറൊന്നും അടിക്കാതെ അവനെല്ലാം ആസ്വദിച്ച് കണ്ടുകൊണ്ട് എൻ്റെ കഥകളെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ അവിടെയൊക്കെ ഞങ്ങൾ നടക്കുമായിരുന്നു. പിന്നെ കുളം കണ്ടു. പിന്നെ കുളത്തിനകത്ത് ധാരാളം മീനുകളുണ്ടല്ലോ, അത് കണ്ടു. അങ്ങനെ അതെല്ലാം കാണിച്ചു കൊടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുവാണ്. കണ്ടോ, നല്ല വെയിലായിരുന്നു, നല്ല ചൂട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി സോഡ നാരങ്ങ വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തതാണ്. ഇതൊക്കെ കണ്ടപ്പോൾ അവൻ ചോദിക്കുകയാണ് ഇതല്ലേ പെരമയുടെ നേരത്തെ വീഡിയോയിലുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ഇത് കണ്ടോ, വാഹന പൂജയാണേ അവിടെ. നമ്മൾ അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടെ ഫ്രണ്ടിൽ ഇതേപോലെ വാഹനം താക്കോല് പൂജിച്ച് വാഹനമൊക്കെ പൂജിച്ച് തരും. പിന്നെ മയിൽപ്പീലി, അവൻ എന്തോ കണ്ടാലും വേണം കേട്ടോ. അപ്പം ഞങ്ങൾ തിരിച്ച് ട്രെയിനിലായിരുന്നു, അതുകൊണ്ട് പിന്നെ അവനങ്ങനെ ഒരുപാട് കൊണ്ടുവരാൻ പറ്റാത്ത സാധനങ്ങളൊന്നും മേടിച്ചില്ല. എന്നാലും ഇതൊക്കെ നല്ല ഭംഗിയുള്ള സാധനങ്ങളായതുകൊണ്ട് ഞാനിങ്ങനെ അത് കണ്ട് ഓരോന്ന് ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോയും എടുത്ത് നല്ല കാണാൻ നല്ല രസമുള്ള കാഴ്ചകളല്ലേ ഉണ്ട്. ഉണ്ണിക്കണ്ണൻ, മഞ്ചാടിക്കുരുവിനകത്തിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ. എവിടെ നോക്കിയാലും കുഞ്ഞുങ്ങളെ നമ്മളെയൊക്കെ ആകർഷിക്കുന്ന സാധനങ്ങളാണ് ഗുരുവായൂർ ഫുള്ളും ഉള്ളത്. പിന്നെ ഇത് കണ്ടോ, അതിനെ അടക്കി വെക്കാനായിട്ട് അവർ കൊണ്ടുപോവാണ്. അപ്പം എനിക്ക് ക്യൂവിനകത്തേക്ക് നിൽക്കാൻ വേണ്ടി പോയ ഒരു സമയത്തായിരുന്നു ഇത്. അപ്പം ഇതിനെ അങ്ങ് കൊണ്ടുവന്ന് അവിടെ നടക്കി വെക്കുന്നതിൻ്റെ ബാക്കിയൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളതൊക്കെ എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ക്യൂവിനകത്ത് നീളം കൂടി പോവുമല്ലോ ക്യൂവിൻ്റെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് പിന്നെ ഫോൺ കൊണ്ടുവച്ചിട്ട് ക്യൂവിനകത്തേക്ക് കയറി. അപ്പോഴാണ് അവന് മഞ്ജുളാല് കാണണമെന്ന് പറഞ്ഞ്, അവൻ ഇതുവരെ മഞ്ജുളാല് കണ്ടിട്ടില്ല. ഞങ്ങൾ ഇതിലെ കൂടെ വണ്ടിയിൽ അങ്ങ് പോകാറില്ലേ പതിവ്. അപ്പോൾ ഇങ്ങനെ അവിടെ നിന്നൊന്ന് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ വന്ന് മഞ്ജുളാലിൻ്റെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനങ്ങനെ എൻ്റെ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ്റെ കഥയെല്ലാം പറഞ്ഞു കൊടുത്തു. ഞാൻ ആദ്യമായിട്ട് കാണുക പെരുമേ മഞ്ജുളാലെന്ന് പറഞ്ഞ് അവിടെ കുറേ നേരം അവിടെ നിന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കണ്ട് ആസ്വദിച്ച് അതിനുശേഷം ഞങ്ങൾ തിരികെ പോയി. അപ്പോഴാണ് അങ്ങോട്ട് പോയപ്പം ബിന്ദുവിന്
നല്ല നല്ല സെറ്റിൻ്റെ ചുരിദാറൊക്കെ അവിടെ കിട്ടുമല്ലോ, ടോപ്പൊക്കെ ഉള്ള നല്ല. അങ്ങനെ നമുക്ക് ചുമ്മാ കയറി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ ഒരു കടയിൽ കയറി. നല്ല സെറ്റായിരുന്നേ, നല്ല അടിപൊളി സെറ്റിൻ്റെ ചുരിദാർ. നല്ല കട്ടിയുണ്ടായിരുന്നു, നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. ഞങ്ങൾ വിചാരിച്ചിനി വെറുതെ ലൈനിങ് ഒന്നും ഇല്ലാത്ത ടൈപ്പായിരിക്കുന്നു, പക്ഷേ നല്ല നല്ല കോട്ടായിരുന്നു, ചുരിദാറായിരുന്നു. നല്ല ടോപ്പായിരുന്നു സെറ്റിൻ്റെ. ഒരു മയിൽപ്പീൽ ഉണ്ണികൃഷ്ണൻ്റെ എടുക്കണമെന്ന് വിചാരിച്ചാൽ പോയത്, പക്ഷേ ഉണ്ണികൃഷ്ണൻ്റെ നമുക്ക് ഭാഗമുള്ളതില്ലായിരുന്നു, നമ്മുടെ സൈസിനൊത്തത് വേണമല്ലോ, അത് കിട്ടിയില്ല. പിന്നെ പകരം ഒരു ഓടക്കുഴലൊക്കെ ഉള്ള ഒരു കുർത്തയും എടുത്തു. അങ്ങനെ ഞങ്ങളുടെ 3 ദിവസത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ഗുരുവായൂർ ദർശനം കഴിഞ്ഞ്, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ തിരിച്ച് ട്രെയിനിലാണ് പോയെന്ന്, ഇതാക്കണ്ടോ തിരികെ വന്നതാണ്. അങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളിങ്ങനെ പെണ്ണുങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ പോകുന്നത്. പോകുന്നതല്ല, പോയി അവിടെ നിൽക്കുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ പോകും, ഞങ്ങൾ പെട്ടെന്ന് വരും, അങ്ങനെയാണ്. ട്രെയിനിലിരുന്ന് കുരുത്തക്കേട് കാണിക്കുന്ന പേരമ്മയെ മാറ്റുന്ന കണ്ടോ നന്ദൂസ്. ഞാൻ അതിൻ്റെ കമ്പിയൊക്കെ മാറ്റി വിശാലമായിട്ട് കൈയൊക്കെ ഇട്ട് അവിടെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവൻ സമ്മതിച്ചില്ല കേട്ടോ. അവൻ വന്ന് പറഞ്ഞു, വരുമേ കമ്പി താത്തിട്ട് അങ്ങനെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ പേരമ്മ അവിടെ ഇരുന്ന് ഉറങ്ങും എന്നൊക്കെ പറഞ്ഞ് അവന് പേടിയായി. കാരണം ഞങ്ങളുടെ കൂടെ ആകെയുള്ള ഒരു ആൺകുട്ടിയല്ലേ, അപ്പോൾ അവന് ഞങ്ങളെ നോക്കേണ്ട ഉത്തരവാദിത്തം ഇല്ലേ. പിന്നെ എന്ത് ചെയ്യാനാ, ഞാൻ ആ കമ്പിക്കകത്ത് കൂടെ കിട്ടുന്ന വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നു. കമ്പി മാറ്റാനേ അവൻ സമ്മതിച്ചില്ല തിരിച്ചു വരുന്നവരെ. പിന്നെ അവൻ പറഞ്ഞല്ലേ നമ്മുടെ സുരക്ഷയല്ലേ എന്നോർത്ത് ഞാൻ പിന്നെ കമ്പിയൊന്നും മാറ്റിയില്ല. അപ്പോഴാണ് അവന് സമാധാനമായത് കേട്ടോ. കുറേ നേരം ഇരുന്ന് ഞങ്ങളെയൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആശാന് ക്ഷീണമായി, അവൻ കിടന്നുറങ്ങി. ഇതേ അപ്പം പിന്നെ പുറത്തെ കാഴ്ചയൊക്കെ കണ്ട് ഞാനും ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നു. അവൻ ഉറങ്ങിയ സമയത്ത് സമയം പൊക്കി. ഉണർന്നിരുന്ന അവനിങ്ങനെ ഓരോ സംശയങ്ങളും ചോദിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ നല്ല സുരക്ഷിതമായിട്ടുള്ള ഒരു ഗുരുവായൂർ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ എത്തി. അപ്പോൾ ഇവൻ അവധിയാകുമ്പോൾ കൊണ്ടുപോകാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോഴേ ബിന്ദു പറയും എനിക്കും ഇങ്ങനെ പോകണം, കണ്ടോ അല്ല സമാധാനമായിട്ട്. ഭയങ്കര ടെൻഷനാണ് കേട്ടോ, ഒറ്റയ്ക്കായതുകൊണ്ട്. അങ്ങനെ ടെൻഷനൊക്കെ മാറി 3 ദിവസം സമാധാനമായിട്ട് അവിടെ നിന്ന് ആഗ്രഹം പോലെ നല്ല ഭംഗിയായിട്ട് തൊഴുത് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കാൻ പറ്റിയതിൻ്റെ സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഗുരുവായൂരിനെ കുറിച്ച് പറയുമ്പോൾ ഓരോരുത്തർക്കും കാണുമല്ലോ ഓരോ മറക്കാനാവാത്ത അനുഭവങ്ങൾ അല്ലേ. അപ്പം ഞാനിങ്ങനെ ഗുരുവായൂരൊക്കെ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ നേരത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഓമനച്ചേയി ഒരു അധ്യാപികയുടെ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഓമനച്ചേയിയുടെ കഥകൾ, അധ്യാപികയായിരുന്ന ഓമനച്ചേയിയുടെ കുറേ അനുഭവങ്ങളൊക്കെ. അപ്പം ഞാനിങ്ങനെ ഗുരുവായൂർ പോകുന്നെന്ന് പറഞ്ഞപ്പം ഒരു പ്രത്യേക ഒരു അനുഭവം ഓമനച്ചേയിക്ക് ഉണ്ടായതായിട്ട് പറഞ്ഞു. അതായത് അവർ 2 പേരും കൂടെ, ചേട്ടനും ഓമനച്ചേയിയും കൂടെ ഒരിക്കൽ ഗുരുവായൂർ പോയെന്ന്. ആ ചേട്ടന് വയ്യാതായിരുന്നപ്പം ഗുരുവായൂർ കൊണ്ടുപോയി ശയനപ്രദക്ഷിണം നടത്തിക്കാമെന്ന് ഓമനച്ചേയി നേർന്നിരുന്നു. അങ്ങനെ അവർ 2 പേരും മാത്രമായിട്ട് ഗുരുവായൂർ പോയി. അപ്പം ശയനപ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ അമ്പലക്കുളത്തിൽ കുളിച്ചിട്ട് ഈറനോടെ വേണം ശയനപ്രദക്ഷിണം നടത്താനുള്ള. ആ ആൾ ചെന്നിട്ട് അവിടെ അകത്ത് ഫ്രണ്ടിൽ നിന്നും ശയനപ്രദക്ഷിണം വെച്ച് തുടങ്ങുന്നു. അപ്പോൾ ഒരാൾ കൂടെ എന്തായാലും വേണമല്ലോ, ശയനപ്രദക്ഷിണം നടത്താവുന്ന ആളിൻ്റെ കൂടെ ഒരാളും കൂടെ നടത്തണം. അപ്പോൾ അങ്ങനെ ഒരാൾ നടക്കണം. അങ്ങനെ ഇവർ 2 പേരും മാത്രമേ ഉള്ളായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓമനച്ചേയിക്ക് പേടിയായി. കാര്യം ഒരു വലിയ അസുഖം വന്നിട്ട് മാറി, അങ്ങനെയാണ് അദ്ദേഹത്തിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്, കൂടെ വേറെ ആരുമില്ല. അപ്പോൾ ഈ ശയനപ്രദക്ഷിണം നടത്തുമ്പം ക്ഷീണമോ ദാഹമോ എന്തെങ്കിലും ഉണ്ടായാലോ എന്ന് ഒരു പേടിയുണ്ടായിരുന്നു. അപ്പം അവരുടെ കയ്യിലാണെങ്കിൽ വെള്ളമൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ക്ഷീണം അദ്ദേഹത്തിന് തോന്നി, വെള്ളം കുടിക്കണമെന്നോ എല്ലാം തോന്നിയാൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എവിടെ പോയി മേടിക്കും, എങ്ങനെ പോകും, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആര് നിൽക്കും, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേടിയുമായിട്ടാണ് ഓമനച്ചേയി കൂടെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടങ്ങ് നടന്നു. തുടങ്ങാൻ വേണ്ടി അവിടെ നിന്ന് തൊഴുവായിരുന്നു അവർ ഫ്രണ്ടിൽ. അങ്ങനെ തൊഴുതുകൊണ്ട് നിന്നപ്പം പുറകിൽ നിന്നും ഓമനെ എന്നൊരു വിളി കേട്ടുന്നു. ഓമനച്ചേയി അങ്ങനെ അധികം ആരും ഓമന എന്ന് വിളിക്കാനായിട്ട് ആരും അങ്ങനെ വളരെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ഓമനച്ചേയി അല്ലെങ്കിൽ ചിറ്റാപേരമ്മ, അമ്മായി, അങ്ങനത്തെ ബന്ധങ്ങളാണല്ലോ വിളിക്കാൻ. അപ്പോൾ ഇതാരാ എന്നെ ഇങ്ങനെ വിളിക്കുന്നതെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പം ഓമനച്ചേയിയുടെ അപ്പൻ, അതായത് അച്ഛൻ്റെ അനിയൻ,
അവിടെ നിന്ന് വിളിക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ കണ്ടപ്പോഴത്തേക്ക് ഓമനച്ചേക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും സമാധാനവും ഒക്കെ തോന്നി. ഭഗവാൻ അനുഗ്രഹിച്ചതായിട്ട് തോന്നി. കാര്യം ഈ അസുഖം മാറിയ ഇദ്ദേഹത്തിനെയും കൊണ്ട് ഒറ്റയ്ക്ക് ഞാനിങ്ങനെ ശയനപ്രദക്ഷിണം നടത്തുമ്പോൾ എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ എൻ്റെ കൂടെ ആരും ഇല്ലല്ലോ, ഭഗവാനെ നീ നോക്കിക്കോണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് പുറയിൽ നിന്ന് ഇങ്ങനെ ഒരു വിളി വന്നതും തിരിഞ്ഞു നോക്കിയപ്പം അച്ഛന് തുല്യനായിട്ടുള്ള അപ്പനെ കണ്ടതും ഒരു ഭയങ്കര അതിശയമായിട്ടിങ്ങനെ ഓമനച്ചേയി പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിനോട് എപ്പോൾ വന്നു എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, അദ്ദേഹം ഭഗവാനെ ഒരിക്കൽ തൊഴുതിട്ട് അപ്പൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി വടക്കേ നടയിലുള്ള ഒരു കടയിൽ നിന്ന് വെള്ളം കുടിക്കാനോ എന്തോ ആയിട്ട് വന്നതാണ്. അങ്ങനെ വന്നപ്പം അകത്തേക്ക് ചെല്ലുക എന്ന് ആരോ ഒരാളിങ്ങനെ പറയുന്നതായിട്ട് തോന്നി അദ്ദേഹത്തിന്, അപ്പന്. അങ്ങനെയാണ് ഞാൻ അകത്തേക്ക് വന്നത്. അങ്ങനെ ഫ്രണ്ടിൽ വന്ന് തൊഴാൻ നേരത്താണ് നിന്നെ കണ്ടത് എന്ന് അപ്പൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അതൊരു വലിയൊരു ആശ്വാസവും ഭഗവാൻ തന്നെ അപ്പനെ അകത്തോട്ട് ചെല്ലുക എന്ന് ഭഗവാൻ തന്നെ അപ്പനോട് പറയുകയും അങ്ങനെ ആ അപ്പനകത്തേക്ക് വന്ന് ഓമനച്ചേയ്ക്ക് കൂട്ടായിട്ട് വന്നതായിട്ടാണ് ഓമനച്ചേയ്ക്ക് തോന്നിയത് എന്ന് പറഞ്ഞു. അത് ഭയങ്കരമായിട്ട് ഓമനച്ചേയ്ക്ക് അത് പറയുമ്പം തന്നെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു സന്തോഷം, അതിശയവും ഒക്കെ ഒരു ഭക്തി, ആ ഒരു ഇത് നമുക്ക് ആ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. അത്രയ്ക്ക് ഒരു രോമാഞ്ചത്തോടെയാണ് ഓമനച്ചേയി അത് പറഞ്ഞത്, ആ ഒരു പ്രത്യേക അനുഭവം പറഞ്ഞത്. അപ്പം ഞങ്ങളിങ്ങനെ ഗുരുവായൂർ പോകുന്നെന്ന് പറഞ്ഞപ്പം പറഞ്ഞതാണേ. അപ്പം ഞാനത് ഓമനച്ചേയി പറയുന്നത് എടുത്തിരുന്നു, പക്ഷേ അത് സൗണ്ട് കുറവായതുകൊണ്ടാണ് ഞാനത് വീണ്ടും പറയേണ്ടി വന്നത്. ഓമനച്ചേയി പറഞ്ഞതിന് സൗണ്ട് കുറവായിരുന്നു. അപ്പം ഞാനത് ഇട്ടാലും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അത് കേൾക്കണമെങ്കിൽ അത് എടുത്ത് തന്നെ പറയണമല്ലോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ. ഓമനച്ചേയിയുടെ ഒരു അനുഭവമാണത്. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കുമല്ലോ. ഗുരുവായൂർ പോകുന്ന ഓരോ ഭക്തിയോടുകൂടി പോകുന്ന ഓരോരുത്തർക്കും ഓരോരോ അനുഗ്രഹങ്ങളും ഭഗവാൻ അതുപോലെ കൊടുക്കുന്നുണ്ട്. എൻ്റെ മുമ്പുള്ള ഗുരുവായൂർ വീഡിയോകളിൽ ഞാൻ ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കതിലൊക്കെ വേണമെങ്കിൽ എടുത്ത് നോക്കാവുന്നതാണ്. അങ്ങനെ ഞങ്ങളും അതേപോലെ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് പോയതാണ്. അപ്പോൾ പോയ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എനിക്കും അവരെ കൊണ്ടുപോകാനും 2-3 ദിവസം സമാധാനത്തോടുകൂടി നിന്ന് തൊഴാനും ഒക്കെ പറ്റി. വിഷു ആയിരുന്നെങ്കിലും പ്രതീക്ഷിച്ചത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഒരു ദിവസം മാത്രം ഞങ്ങൾക്കൊരു 4-5 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു. കാര്യം വിഷു കഴിഞ്ഞ് നമ്മുടെ ശബരിമല സ്വാമിമാരുടെ തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ അവർ തിരിച്ചു പോകുന്ന വഴിയിൽ അവരിങ്ങനെ ഓരോ അമ്പലങ്ങളും കയറും. അക്കൂട്ടത്തിൽ അവർ വിഷു കഴിഞ്ഞ് ഞങ്ങളുടെ 2ാമത്തെ ദിവസം അപ്പോഴത്തേക്ക് ഈ അയ്യപ്പന്മാരെല്ലാവരും ഈ ഗുരുവായൂരെത്തി തുടങ്ങി. അന്ന് ഞങ്ങൾക്കൊരു 4 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു. അങ്ങനെ ആ ഒരൊറ്റ നേരം മാത്രമേ ഞങ്ങൾ അങ്ങനെ നിന്നുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് 7 പ്രാവശ്യം ഈ 3 ദിവസം കൊണ്ട് 7 പ്രാവശ്യം ഞങ്ങൾക്ക് തൊഴാനായിട്ട് സാധിച്ചു. അപ്പോൾ ഗുരുവായൂർ പോകണം, അവിടെ ചെന്ന് ഭഗവാനെ തൊഴണം എന്നാഗ്രഹിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങൾ പോകാൻ തീരുമാനിക്കുമ്പം തന്നെ നമ്മുടെ വീട്ടിലിരുന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാനെ എനിക്ക് അവിടെ എത്താനും അങ്ങേ കാണാനും തൊഴാനും സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് തൊഴാൻ സാധിക്കും. ഞാൻ എൻ്റെ ഒരു ചേച്ചിയുടെ മോളോട് ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ അവർക്ക് പോകാനും നല്ല ഭംഗിയായിട്ട് തൊഴാനും സാധിച്ചു. അപ്പോൾ എന്നോട് തിരിച്ചു വന്ന് പറയുകയും ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.